അപ്പോൾ ഞങ്ങൾ വള്ളംകളി കാണാൻ പോകണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ നെഹ്റു ട്രോഫിക്ക് മുമ്പ് നടക്കുന്നൊരു വള്ളംകളിയാണ് ഓണത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട് എൻ്റെ. അപ്പോൾ ഈ വള്ളംകളി കാണാൻ പോകുമ്പോൾ വള്ളംകളിനേക്കാളും കൂടുതൽ ഇതുപോലെ വരുന്ന കുറേ ആളുകളെ ചേട്ടന്മാർ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതാണ് ഏറ്റവും വൈബുള്ള കാര്യം. ഞങ്ങളൊക്കെ കുറേ വർഷത്തിന് ശേഷമാണ് കേട്ടോ വള്ളംകളി കാണുന്നത്. ഞാൻ ഒന്നാമത്തെ കാര്യം എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് കുറേ നാളുകളായി, എല്ലാവരും വെളിയിലാണ്. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്ട് പോകാറുമില്ല. ഇങ്ങനെ വന്നൊരു വെള്ളം ഇപ്പോൾ മുങ്ങിയതാണ് ഇപ്പോൾ കണ്ടത്. കുറേ ചേട്ടന്മാരിങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഫുള്ള് നിന്ന് കണ്ടില്ല കേട്ടോ, പകുതി വരെ കണ്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് ബീച്ചിൽ പോകാനൊരിതുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആ വള്ളംകളിയുടെ അന്നത്തെ ഇതായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ വേറെ കുറേ പേജസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കും ഒട്ടും കുറയ്ക്കരുത്. അപ്പോൾ ഞങ്ങൾ കരയിൽ നിന്ന് ഞങ്ങളും ആവശ്യത്തിന് ഇങ്ങനെയൊക്കെ കുറേ ഓരോന്നൊക്കെ കിടന്ന് കാണിച്ചു. ആൾക്കാർ വിചാരിക്കും എല്ലാവർക്കും വട്ടാന്ന്. പക്ഷെ എന്തായാലും പ്രശ്നമില്ല, ആരും ഒട്ടും പുറകിലോട്ടല്ല എന്ന് വേണം പറയാൻ. എല്ലാവരും കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ടാറ്റാ.